കുട്ടമ്പുഴയിലെ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. പ്രതിഷേധത്തെ തുടർന്ന് സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനുള്ള ജോലികൾ 21-ാം തീയതി മുതൽ ആരംഭിക്കും. കുട്ടമ്പുഴയിലെ കാട്ടാന ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നാണ് നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയത്. പ്രദേശത്ത് മാസങ്ങളായി കാട്ടാന ശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പ് യാതൊരുവിധ നടപടിയും സ്വീകരിക്കാത്തത് മൂലമാണ് ഒരു ജീവൻ നഷ്ടപ്പെട്ടതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. നമുക്ക് ജനപ്രതിനിധികളുണ്ട്. ഈ ജനപ്രതിനിധികളെ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് നിയമസഭയിൽ പോയി ഉറങ്ങാനല്ല. പാർലമെന്റ് അംഗങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് 5 രൂപയുടെ ദോശ വാങ്ങി കഴിക്കുവാൻ വേണ്ടിയല്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറയുന്നിടത്ത് ഒപ്പിടാൻ മാത്രമുള്ള വിവരം കെട്ട ഏറാൻ മൂളികളായിട്ട് ഇവിടുത്തെ മന്ത്രിമാർ മാറുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കുട്ടമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ മതപുരോഹിതർ അടക്കമുള്ളവർ പങ്കെടുത്തു. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ട പ്രകാരം ട്രെഞ്ചുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ഇതിനു പുറമെ പ്രദേശത്ത് വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കുവാനുള്ള നടപടികളും തുടങ്ങി. സോളാർ ഫെൻസിംഗിന്റെ ജോലികൾ ഈ മാസം 21-ന് ആരംഭിക്കുമെന്നും തൂക്ക് സോളാർ വേലി സ്ഥാപിക്കുമെന്നും ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയിട്ടുമുണ്ട്. ഉറപ്പു നൽകിയ പദ്ധതികൾ യഥാസമയം നടപ്പിലാക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ 27-ന് സ്ഥലം സന്ദർശിച്ച ശേഷം അവലോകന യോഗം ചേരുമെന്നും എറണാകുളം ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. മീഡിയ ടുഡേ ന്യൂസ്, കോതമംഗലം. തൊടുപുഴയെ പൊന്നണിയിച്ച കണ്ടിരിക്കൽ ജ്വല്ലറി ഈ ഡയമണ്ട് ജൂബിലി ആഘോഷവേളയിൽ ഞങ്ങളുടെ നവീകരിച്ച ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു 916 HUID ഹോൾമാർക്ക് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ. ഒപ്പം നേടാം ഓരോ പർച്ചേസിലും പണിക്കൂലിയിൽ 50% ഇളവ്. ഇനി ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി, നിയർ സിവിൽ സ്റ്റേഷൻ, തൊടുപുഴ.